തിരിച്ചു പോയിട്ടൊരു സോറി പറയണമെന്ന് തോന്നുകയാണെങ്കിൽ അത് എൻ്റെ ഉമ്മാനോടായിരിക്കും. കാരണം ഉമ്മാൻ ഒരുപാട് സ്നേഹിക്കുന്ന മോനാണെന്നൊക്കെ. അപ്പൊ ഉമ്മാൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്? ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ മാത്രം ഇത്രയും നേരെ ഓപ്പോസിറ്റ് ആയി പോയാൽ അത്രയും വിഷമിച്ച ഒരാളെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ്. അങ്ങനെ തിരിച്ച് ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു പോയ ഒരു ഇതെല്ലാം തിരുത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനോട് ഞാൻ ചെയ്തത് തിരുത്താൻ ഞാൻ ചിന്തിക്കും. ഉമ്മാനോട് സ്വർഗലോകാണ്. ഉമ്മാന്ന് വിളിക്കാൻ പറ്റിയ ഒരാൾ വീട്ടിലില്ലെങ്കിൽ പിന്നെ ആ വീടിന് എന്ത് വെളിച്ചം, എന്ത് അറ്റാച്ച്ഡ് ബാത്റൂം, എന്ത് AC. ഉമ്മാനെ ഇപ്പം ഒരു 4 ദിവസം മുന്നേ വരെ കണ്ടതാണ് ഞാൻ. പക്ഷെ ആരും ഇല്ലാത്ത സമയത്ത് മാത്രം ഞാൻ വീട്ടിൽ ആരും അറിയാണ്ട് പോയി ഉമ്മാനെ കാണും, തിരിച്ചു വരും. കാര്യമില്ല. ഉമ്മ എന്ന ആ രാജ്ഞി നമ്മളെ പുറത്തിട്ടാണ്. ഈ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ആര് കാണാണ്ട് മെല്ലെ കല്യാണ വീട്ടിലേക്ക് കയറി ഉമ്മാനെ കണ്ട് എല്ലാവരും പെങ്ങളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു വന്നത്. ഞാനിനി 1000 കോടി ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ഞാൻ റൊണാൾഡോന്റെ അത്ര ഫേമസ് ആയി എന്ന് പറഞ്ഞാലും അവരുടെ ടേംസിന് ഞാൻ നിൽക്കാണ്ട് ഒരിക്കലും അവർ ഹാപ്പി ആവില്ല. മനസ്സിലായി? അവരെ പറയുന്നൊരു വാക്കുണ്ട്, 3.5 ലക്ഷമല്ല 3.5 കോടി ഉറുപ്പിനേക്കാൾ അവസാനം ജമ്മ പറഞ്ഞ ആ വാക്ക് മതി എനിക്ക് ഈ ദുനിയാവിൽ ഒന്നും പേടിക്കാണ്ട് ജീവിക്കാൻ. ആണെങ്കിലും അങ്ങോട്ട് തിരിച്ചു പോകാൻ എനിക്ക് അറിയാം. ഇപ്പൊ എന്നെ എന്തെല്ലാം അവർ ഇതൊക്കെ ഇതാക്കിയാലും അൾട്ടിമേറ്റ്ലി ഞാൻ എപ്പോൾ പോയാലും എന്നെ ഞാൻ ഇത് മാറിയിട്ട് ഇതെല്ലാം നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ എന്നെ അവർ ആക്സെപ്റ്റ് ചെയ്യും. അതെനിക്കറിയാം. നമ്മൾ 4 മക്കളുണ്ട്. ബാക്കി 3 മക്കളെടുത്തൊന്നും ഒരു ഇത് വെച്ചോ കുരുത്തക്കേടുകൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ അടുത്തൊന്നും 1% പോലും ഒരു ബുദ്ധിമുട്ടോ ഇതോ ആർക്കും ഉണ്ടായിട്ടില്ല. ഉമ്മാക്കോ ഉപ്പാക്കോ കുടുംബത്തിനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഉമ്മ ഉപ്പ എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ ഇപ്പം എന്തെല്ലാം പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യും. ആ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ തിരിച്ചു പോയി ഒരു സോറി പറയണമെന്നുണ്ടെങ്കിൽ അത് ഉമ്മാനോട് മാത്രമായിരിക്കും. വേറെ ആരോടും ഒന്നും എനിക്കില്ല. 0 ഇമോഷൻസ്.